Welcome back to Enchanted Learning. It's me Benazir Khalid. അപ്പൊ 10th ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയായിരുന്നു അല്ലെ. അപ്പൊ അതില് നമുക്ക് ഏറ്റവും മോസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്സ്. അപ്പൊ അത് ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് SCERT-യില് ഏതൊക്കെ പാഠഭാഗത്തിലാണ് ആ പറയുന്ന ടോപ്പിക്സ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്, സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന പാഠഭാഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം 10th ലെവൽ പ്രിലിമിനറി ചോദിച്ചായിരുന്നു. അപ്പൊ ഈ പാഠഭാഗത്ത് നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പൊ നമുക്ക് ആ പാഠത്തിൽ എന്തൊക്കെ മനസ്സിലാക്കാമെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പൊ 10th ലെവൽ പ്രിലിമിനറിക്ക് ഈ പാഠഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഭീമാകാരത്തെ അല്ലെ, ഭീമാകാരത്വം എന്ന ഹോർമോണിന്റെ ഏറ്റക്കുറിച്ച്, ഭീമാകാരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറിച്ചിന് ബന്ധപ്പെട്ട അവസ്ഥയാണെന്നായിരുന്നു ചോദ്യം. അപ്പൊ ഭീമാകാരത്തെ കുറിച്ച് മനസ്സിലാക്കാമെങ്കിൽ നമ്മൾ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ SCERT പാഠഭാഗം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ആ പാഠഭാഗത്ത് മനസ്സിലാക്കാൻ പോകുന്നത് അന്തസ്രാവ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അന്തസ്രാവ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനം നടക്കുന്നു അല്ലെ, ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന ആ വ്യവസ്ഥയാണ് എന്ത്? അന്തസ്രാവ വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ശരീരത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് അന്തസ്രാവ വ്യവസ്ഥ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അന്തസ്രാവ വ്യവസ്ഥയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? അന്തസ്രാവി ഗ്രന്ഥികൾ ഉൾപ്പെടുന്നു. ഇനി അന്തസ്രാവി ഗ്രന്ഥികൾ സ്രവിക്കുന്ന സ്രവങ്ങളായ ഹോർമോണുകൾ ഉൾപ്പെടുന്നു. അന്തസ്രാവി ഗ്രന്ഥികളിൽ എന്തൊക്കെയുണ്ട്? അന്തസ്രാവി വ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്? അന്തസ്രാവി ഗ്രന്ഥികളും അവ ഉത്പാദിപ്പിക്കുന്ന സ്രവങ്ങളായ ഹോർമോണുകൾ ഉൾപ്പെടുന്നു. ഇനി ഈ കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഈ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്ന ആരാണ്? ഹോർമോണുകളാണ്. അപ്പൊ കോശത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന സന്ദേശവാഹകർ, എങ്ങനെയുള്ള സന്ദേശവാഹകരാണോ മനസ്സിലാക്കുന്നത്? രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. കോശത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണെന്ന് ഓർത്തുവെക്കുക. അടുത്ത് അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്നും ഹോർമോണിലേക്ക്, അപ്പൊ അന്തസ്രാവി ഗ്രന്ഥികൾ സ്രവിക്കുന്ന ഹോർമോണുകൾ ശരീരത്തിലെ കലകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക നാളികളൊന്നുമില്ല. അപ്പൊ അന്തസ്രാവി ഗ്രന്ഥികളാണ് അവയിൽ നിന്നും ഹോർമോണുകൾക്ക് ശരീര കലകളിലേക്ക് എത്തിച്ചേരുന്ന പ്രത്യേക നാളികളൊന്നുമില്ല. അതുകൊണ്ട് ഈ അന്തസ്രാവി ഗ്രന്ഥികളെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നു. അതായത് അന്തസ്രാവി ഗ്രന്ഥികൾക്ക് പ്രത്യേക നാളികളൊന്നുമില്ല. ആ നാളികളിലൂടെ അല്ല ഈ ഹോർമോണുകൾ ശരീര കലകളിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അന്തസ്രാവി ഗ്രന്ഥികൾ എന്ത് വിളിക്കുന്നു? നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഹോർമോണുകൾ ശരീരത്തിൽ വിവിധ കലകളിൽ എത്തിച്ചേരുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. ഈ രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്. അപ്പൊ ഏതിലൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്? രക്തത്തിലൂടെയാണ്. അപ്പൊ ഹോർമോണുകൾ സംഭരിക്കപ്പെടുന്നത് രക്തത്തിലാണ്. കാരണം അന്തസ്രാവി ഗ്രന്ഥികൾക്ക് എന്തില്ല? നാളികളില്ല. അപ്പൊ ഈ നാളീരഹിത ഗ്രന്ഥികൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇവ ശ്രമിക്കുന്ന ഹോർമോണുകൾ രക്തത്തിലൂടെയാണ് സംവഹിക്കപ്പെടുന്നത് എന്നും ഓർത്തുവെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്താണ്? ഹോർമോണുകൾ ശരീരകലകളിലേക്ക് എത്തപ്പെടുന്ന എന്താണ്? രക്തത്തിലൂടെയാണ്. അപ്പൊ രക്തമാണ് ഹോർമോണുകളെ സംവഹിക്കുന്നത്, രക്തത്തിലൂടെയാണ് ഹോർമോൺ സംവഹിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തത്, രക്തത്തിൽ കലർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഹോർമോണുകൾ ശരീരത്തിൽ എമ്പാടും എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ രക്തത്തിലൂടെ കലർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഈ ഹോർമോണുകൾ ശരീരത്തിൽ എല്ലായിടത്തും എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ രക്തത്തിലൂടെയാണ് ഈ ഹോർമോണുകൾ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. രക്തത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, ഇതെല്ലാം ശരീരകലകളിലേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങൾ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങൾ മാത്രമേ ഓരോ ഹോർമോണുകളും പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഹോർമോണുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളെയാണ് അവയുടെ ലക്ഷ്യകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ലക്ഷ്യകോശങ്ങൾ രക്തത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പറഞ്ഞു അല്ലെ. അങ്ങനെ ആകുന്നതുകൊണ്ട് എല്ലാ ശരീരകോശങ്ങളും എത്തിച്ചേരുന്നു. എന്നിരുന്നാലും ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളെയാണ് അവയുടെ ലക്ഷ്യകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഹോർമോണുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങൾ എന്ത് വിളിക്കുന്നു? ലക്ഷ്യകോശങ്ങൾ എന്ന് വിളിക്കുന്നു. അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനെ കുറിച്ചാണ്? അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്, ഇനി നമ്മൾ പറഞ്ഞു പല പ്രക്രിയകൾ നമ്മൾ വിളിച്ചു. ദഹന വ്യവസ്ഥ പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് വിസർജന വ്യവസ്ഥ. ഇവിടെ എല്ലാം ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ്? നമുക്ക് ഓരോ വ്യവസ്ഥയെ കുറിച്ചും മനസ്സിലാക്കി പോകാം. അപ്പൊ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ദഹന വ്യവസ്ഥയിലെ ഹോർമോൺ എങ്ങനെയാണ്, ഹോർമോണുകളുമായിട്ട് എന്തെങ്കിലും ബന്ധം, ഹോർമോൺ ഏത് രീതിയിൽ ദഹന വ്യവസ്ഥയെ സ്വാധീനിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ഓരോ ഹോർമോണും
അതത് ഗ്രാഹികളായ കോശങ്ങൾ മാത്രമേ ആ ഹോർമോണുകൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ആ ഹോർമോണുകൾക്ക് എന്താ ഒരു ലക്ഷ്യ കോശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. ഇനി ഈ കോശങ്ങൾ അല്ലെ, അതെന്താണ് ഈ ഹോർമോൺ മാത്രയും ഗ്രാഹികളും ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ഹോർമോണും ഒരു ലക്ഷ്യകോശങ്ങളുണ്ട്, ആ ലക്ഷ്യകോശങ്ങളുമായി ബന്ധപ്പെട്ട് അത് പ്രവർത്തിക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. ഹോർമോൺ തന്മാത്രയും ഗ്രാഹികളും ചേർന്ന ഹോർമോൺ ഗ്രാഹി സംയുക്തമായി മാറുന്നു. ഇനി ഹോർമോൺ ഗ്രാഹി സംയുക്തം എന്ത് ചെയ്യുന്നുണ്ട്? കോശത്തെ രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാക്കുകയും കോശത്തിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാകുന്നു അല്ലെ, ഹോർമോൺ തന്മാത്രയും ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാകുന്നു. ഈ ഹോർമോൺ ഗ്രാഹി സംയുക്തം കോശത്തെ രാസാഗ്നികളെ പ്രവർത്തനക്ഷമമാക്കുന്നു. അതിനായിട്ട് കോശ പ്രവർത്തനത്തിൽ മാറ്റം വരികയും ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ലക്ഷ്യകോശങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത നമ്മൾ മനസ്സിലാക്കുക ദഹനത്തിൽ എന്തൊക്കെ രീതിയിലാണ് ഈ പറയുന്ന ഹോർമോണിന്റെ പ്രവർത്തനം നോക്കാം. ദഹനഫലമായുള്ള ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം. ദഹനഫലം എന്താണ്? ഗ്ലൂക്കോസ് ആണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഊർജ്ജോൽപാദന ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ കോശങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ദഹനഫലമായിട്ട് എന്താണ്? ഗ്ലൂക്കോസ് ആണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇനി ഊർജ്ജ ഉൽപാദനത്തിനായിട്ട് വേണ്ടിയിട്ട് ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ കോശങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഊർജ്ജത്തിന് ഉൽപാദനം നടക്കണമെങ്കിൽ ഗ്ലൂക്കോസ് തന്മാത്ര എവിടെ എത്തുന്നു? കോശങ്ങളിലേക്ക് എത്തപ്പെടണം. അപ്പൊ അതിന് എങ്ങനെയാണ് സാധ്യമാകുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? ദഹനഫലമായിട്ട് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അല്ലെ. അപ്പൊ ഗ്ലൂക്കോസ് രക്തത്തിലാണ് എത്തിച്ചേരുന്നത്. ഇനി രക്തത്തിൽ എത്തിച്ചേരുന്ന ഗ്ലൂക്കോസ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതത് കോശങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഈ ഗ്ലൂക്കോസ് ഊർജ്ജ ഉൽപ്പാദനത്തിന് കോശങ്ങളിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് ഓർത്തുവെക്കുക. അപ്പൊ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് ഈ ഗ്ലൂക്കോസിനെ ഊർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടി വിവിധ കോശങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പൊ ദഹനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥി ഏതാണെന്ന് വെച്ചാൽ പാൻക്രിയാസ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി പാൻക്രിയാസ് എന്ന് പറയുന്നത് ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അപ്പൊ ആമാശയത്തിന്റെ തുടക്കത്തിൽ നിന്നും പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് എന്ത്? പാൻക്രിയാസ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ പക്വാശയം എന്ന് പറയുന്നത് ആമാശയത്തിന്റെ തുടർച്ചയാണ്. ഈ ആമാശയ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥി ഏതാണെന്ന് വെച്ചാൽ അത് പാൻക്രിയാസ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി പാൻക്രിയാസ് ഗ്രന്ഥികളിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹം കാണപ്പെടുന്നു. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹമാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പൊ നമ്മൾ പാൻക്രിയാസിനെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ദഹനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് രക്തത്തിൽ എത്തിച്ചേരണം. അപ്പൊ അതിന് സഹായിക്കുന്ന രക്തത്തിൽ എത്തിച്ചേർന്നിട്ട് ഊർജ്ജ ഉൽപാദനത്തിനായിട്ട് വിവിധ കോശങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് വെച്ചാൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി പാൻക്രിയാസ് എന്ന ഗ്രന്ഥി കാണപ്പെടുന്ന എവിടെയാണ്? ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയവുമായി ബന്ധപ്പെട്ടാണ് പാൻക്രിയാസ് ഗ്രന്ഥി കാണപ്പെടുന്നത് ഓർത്തു വയ്ക്കുക. ഇനി പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹം അറിയപ്പെടുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങളുണ്ട്, ആൽഫ കോശമുണ്ട്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങളും ആൽഫ കോശങ്ങളും ഉണ്ട്. ഈ ബീറ്റാ കോശങ്ങൾ എന്താണ്? ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ്. നമ്മള് അന്തസ്രാവ വ്യവസ്ഥയെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അന്തസ്രാവ വ്യവസ്ഥയ്ക്ക് നാഡീരഹിത ഗ്രന്ഥി എന്നാണ് എന്നെ വിളിക്കുന്നത് അല്ലെ. അപ്പൊ അന്തസ്രാവ വ്യവസ്ഥയിൽ അന്തസ്രാവി ഗ്രന്ഥികളും ഹോർമോണുകളും ഉണ്ട്. അന്തസ്രാവി ഗ്രന്ഥിയെ നാഡീരഹിത ഗ്രന്ഥികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവിടെ ഈ ഹോർമോണുകൾ രക്തത്തിലൂടെയാണ് സംവഹിക്കുന്നതെന്ന് മനസ്സിലാക്കി. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ് അല്ലെ. പാൻക്രിയാസ് ഗ്രന്ഥി ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഇനി അവിടെ പാൻക്രിയാസ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ ആദ്യം മനസ്സിലാക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ കോശ സമൂഹത്തെയാണ് അറിയപ്പെടുന്നത്. ഇനി പാൻക്രിയാസ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയിലെ കോശ സമൂഹത്തിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് ബീറ്റാ കോശങ്ങളും ആൽഫ കോശങ്ങളും. ഇനി ഈ ബീറ്റാ കോശങ്ങൾ പാൻക്രിയാസ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ബീറ്റാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ആൽഫ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്ന് അറിയപ്പെടുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന
ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹമാണ് ബീറ്റ കോശവും ആൽഫ കോശവും. ആ ബീറ്റ കോശമാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത്. ഇനി ആൽഫ കോശമാണ് ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോണെ ഉത്പാദിപ്പിക്കുന്നത് കൂടെ ഓർത്തു വയ്ക്കുക. പാൻക്രിയാസിലെ ബീറ്റ കോശം ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പ്രധാന പങ്ക് എന്താണെന്ന് നോക്കാം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇൻസുലിൻ എന്ന ഹോർമോൺ ഗ്ലൂക്കോസിനെ എവിടേക്ക് എത്തിക്കുന്നു? കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്, ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ പറഞ്ഞു ദഹനത്തിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു അല്ലെ. ഇപ്പൊ ഈ ഗ്ലൂക്കോസ് രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നെന്ന് പറഞ്ഞു. അതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന ഹോർമോൺ. അത് ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. ഇപ്പൊ ഇൻസുലിൻ എന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്ലൂക്കോസിനെ വിവിധ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരാണ്? ഇൻസുലിൻ എന്ന ഹോർമോണുമാണ്. അപ്പൊ ഇൻസുലിൻ എന്ന ഹോർമോൺ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഇനി കരളിലും പേശികളിലും വെച്ച് ഈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി മാറുന്നു. അപ്പൊ ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി കരളിൽ വെച്ചും പേശികൾ വെച്ചും ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? ഗ്ലൈക്കോജനായിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞ മറ്റൊരു ഹോർമോൺ ആൽഫ കോശം ഉത്പാദിപ്പിക്കുന്നു പറഞ്ഞു. ഈ ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഉത്പാദിപ്പിച്ച ഗ്ലൈക്കോജൻ, ആ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം? ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? ഇൻസുലിൻ എന്താണോ ചെയ്യുന്നത് അതിന്റെ നേർ തിരിച്ചുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന ആരാണ്? ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ്. എന്നിട്ട് കരളിലും പേശിയിലും വെച്ച് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? ഗ്ലൈക്കോജനായിട്ട് മാറുന്നു. മറിച്ച് ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അതോടൊപ്പം തന്നെ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാൻക്രിയാസ് എന്ന ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണായ ഇൻസുലിന്റെയും ഗ്ലൂക്കോഗോണിന്റെയും പ്രവർത്തനത്തെയാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അങ്ങനെയാണ് പാൻക്രിയാസ് ഗ്രന്ഥി കോശങ്ങളിൽ ഊർജ്ജ ഉത്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസിനെ എത്തിക്കാൻ സഹായിക്കുന്നത്. അതിന് സഹായിക്കുന്ന ഹോർമോണുകൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 70 മുതൽ 110 mg/100 ml ആണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറയുന്നത് 70 മുതൽ 100 mg/100 ml ആണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സാധിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സാധിക്കില്ല. അപ്പൊ ഇവ രണ്ടും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത മനസ്സിലാക്കേണ്ടത് ഇൻസുലിന്റെ അഭാവമോ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗിക്കുക വരെ ചെയ്യുകയാണെങ്കിൽ ഇൻസുലിന്റെ അഭാവമോ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സാധിക്കാതെ വരികയും പല അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. അപ്പൊ നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാം. ഇവിടെ ബീറ്റ കോശങ്ങൾ അപ്പൊ എങ്ങനെയാണ് ഇൻസുലിന്റെ അളവ് അല്ലെങ്കിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നു? ഇൻസുലിന്റെ അഭാവം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ പറയുന്ന ലഭിക്കുന്ന ഇൻസുലിൻ ശരിയായ വിധത്തിൽ കോശങ്ങൾ എത്തിച്ചേരാതിരിക്കുന്നു. അത്തരത്തിലുള്ള അവസ്ഥയിൽ എന്തൊക്കെ സംഭവിക്കാം? ബീറ്റ അത് എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നത്? ഒന്നുകിൽ ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായി ഇൻസുലിൻ ഉത്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ കോശങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. നമ്മൾ പറയും ഇത് രണ്ട് ഹോർമോണുകളും തുല്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അല്ലെ. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? ബീറ്റ കോശമാണ് എന്ത് ഉത്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നവർ അല്ലെ. ഇപ്പൊ ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായിട്ട് ഇൻസുലിൻ ഉത്പാദനത്തിൽ ഉണ്ടാകുന്ന കുറവുണ്ടാകാം അല്ലെ. ബീറ്റ കോശങ്ങൾ നശിച്ചാൽ ഇൻസുലിൻ ഉത്പാദനത്തിൽ കുറവുണ്ടാകാം. അതുപോലെ തന്നെ ഉത്പാദിക്കപ്പെടുന്ന ഇൻസുലിൻ കൃത്യമായ അളവിൽ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരികയാണെങ്കിലും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ അത് ബാധിക്കും. അപ്പൊ ഇങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ബാധിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കൂടുന്നു? ഗ്ലൂക്കോസ് കൂടുന്നു. അപ്പൊ ഇവിടെ ബീറ്റ കോശങ്ങളാണ് എന്ത് ഉത്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നവർ അല്ലെ. ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായിട്ട് ഇൻസുലിൻ ഉത്പാദനത്തിൽ ഉണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ മൂലം രക്തത്തെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം കൂടുമ്പോൾ അത് മൂത്രത്തിലൂടെ പുറന്തള്ളക്കം ചെയ്യുന്നു. അപ്പൊ എങ്ങനെ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/100 ml എന്ന തോതിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വരികയാണെങ്കിൽ അതിനെയാണ് പ്രമേഹം എന്ന് വിളിക്കുന്നത്.
നമ്മൾ പറഞ്ഞു 70 മുതൽ 110 mg/100 ml ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവെന്ന് പറഞ്ഞു. ഇപ്പോ ഗ്ലൂക്കോസിന്റെ ഉത്പാദനം അത് സ്ഥിരമായി അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇവിടെ എന്താ പറഞ്ഞത്? ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായിട്ട് ഇൻസുലിൻ ഉത്പാദനത്തിന് കുറവുണ്ടാകുന്നു, അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ അതത് കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എങ്കിൽ അവിടെ എന്തുണ്ടാകും? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൂത്രത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് ഗ്ലൂക്കോസിന്റെ അളവ് കാണുന്നെങ്കിൽ അത്തരം ആ സാഹചര്യത്തെ എന്താണ് പ്രമേഹം എന്ന് പറയുന്നത് ആ ഒരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. ഇനി അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് വിശപ്പും ദാഹവും അതുപോലെ തന്നെ എന്താണ് വിശപ്പും ദാഹവും ഒക്കെയാണ് പ്രമേഹത്തിലെ ലക്ഷണം. വിശപ്പും ദാഹവും കൂടെ കൂടെ മൂത്രം ഒഴിക്കലൊക്കെയാണ് പ്രമേഹത്തിലെ ലക്ഷണങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ 3 മാസത്തെ ഗ്ലൂക്കോസ് നില കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രക്തപരിശോധനയോടെ പ്രമേഹ രോഗം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. പ്രമേഹ രോഗം നിർണ്ണയിക്കാൻ സാധിക്കുമെന്ന് ഓർത്തു വയ്ക്കുക. ഇനി മനസ്സിലാക്കാനുള്ളത് ഇൻസുലിൻ ഉത്പാദനത്തിലുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണമെന്ന്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കൂടുന്നു, അത് ഇൻസുലിൻ ഉത്പാദനത്തിലെ ക്രമക്കേട് കൊണ്ടാണ്, ഇൻസുലിൻ ഉത്പാദനം ശരിയായി നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ആ അവസ്ഥയെ പ്രമേഹം എന്നും പറഞ്ഞു. ഈ പ്രമേഹം തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 പ്രമേഹമുണ്ട്. എന്നാൽ ടൈപ്പ് 1 പ്രമേഹം ഇൻസുലിന്റെ ഉത്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ടൈപ്പ് 1 പ്രമേഹം ടൈപ്പ് 1 പ്രമേഹം എന്താണ്? ഇൻസുലിൻ ഉത്പാദനത്തിൽ ഉണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ അതിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. ഇവിടെ ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശിനെ നശിപ്പിക്കുന്നതിനാണ് കാരണം. അപ്പൊ അവിടെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല അല്ലെ. എന്തുകൊണ്ടാണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത്? ഈ പറയുന്ന പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നു. ആര് നശിപ്പിക്കുന്നു? ടി ലിംഫോസൈറ്റുകൾ, അതായത് ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ ആണ് നശിപ്പിക്കുന്നത്. അപ്പൊ പ്രമേഹം ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ ഈ പറയുന്ന ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇപ്പൊ ബീറ്റാ കോശങ്ങൾ നശിപ്പിക്കുന്നതിലാണ് എന്ത് ഉത്പാദിപ്പിക്കപ്പെടാത്തത്? ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടാത്തത്. ആ അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് ഓർത്തു വെക്കുക. ഇനി അതുപോലെ തന്നെ ആവശ്യമായ അളവിലൊക്കെ ഇൻസുലിൻ നൽകിയാൽ നമുക്ക് ആ ഒരു അവസ്ഥയെ മറികടക്കാൻ സാധിക്കും. അപ്പൊ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നിന്റെ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതുകൊണ്ട് ഇൻസുലിൻ ഉത്പാദനം ഉണ്ടാവാതിരിക്കുകയും ഇൻസുലിൻ ഉത്പാദിപ്പിക്കാതിരിക്കുന്നു, അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. അതൊന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഉത്പാദിപ്പിക്കപ്പെട്ടാൽ തന്നെയും അത് കൃത്യമായിട്ട് അത് കോശങ്ങൾ എത്തിച്ചേരാതിരുന്നാലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന പ്രമേഹം ഉണ്ടാകുന്നു. അപ്പൊ ടൈപ്പ് 1 പ്രമേഹത്തിലാണെങ്കിൽ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിന് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറഞ്ഞാല് എന്താണ്? പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് മൂലം, പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന ബീറ്റാ കോശങ്ങൾ നശിക്കുന്ന മൂലം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അവിടെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല അല്ലെ. അപ്പൊ ഇൻസുലിൻ ഉത്പാദനം കുറയുന്നാൽ ഗ്ലൂക്കോസിന്റെ അളവ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുക എന്നാണ് അതിന്റെ പ്രധാന ചികിത്സാ രീതി എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത ടൈപ്പ് 2 പ്രമേഹത്തില് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷെ ലക്ഷ്യകോശങ്ങളിലേക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ലക്ഷ്യകോശങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത്തരത്തിലെ പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് ഓർത്തു വെക്കുക. ഇനി ഈ ടൈപ്പ് 2 പ്രമേഹത്തിന് മറ്റു 2 കാരണങ്ങളുണ്ട്. പൊണ്ണത്തടിയും അതുപോലെ ജീൻ തകരാറും ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണങ്ങളാണ് ഇവിടെ ഓർത്തു വെക്കുക. പൊണ്ണത്തടിയും അതുപോലെ തന്നെ ജീൻ തകരാറും എന്തിനാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് മറ്റു 2 കാരണങ്ങളാണ് ഓർത്തു വയ്ക്കുക. ഇനി നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് WHO ആചരിക്കുന്നത്. നവംബർ 14 WHO ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ലോഗോ എന്നറിയപ്പെടുന്നത് നീലവൃത്തമാണെന്നും കൂടെ ഓർത്തു വെക്കും. അപ്പൊ WHO ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. അതിന്റെ ലോഗോ എന്ന് പറയുന്നത് നീലവൃത്തമാണെന്നും കൂടെ ഓർത്തു വെക്കും. അപ്പൊ നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയത് പാൻക്രിയാസിന്റെ ഗ്രന്ഥി അല്ലെ, ദഹനത്തിന് സഹായിക്കുന്ന പാൻക്രിയാസിന്റെ ഗ്രന്ഥിയെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ആ പാൻക്രിയാസ് ഗ്രന്ഥി എത്തരത്തിലാണ് ഗ്ലൂക്കോസിന് വിവിധ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ
മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാക്കി. എന്താണ് നവംബർ 14 ലോക പ്രമേയ ദിനമായിട്ട് ആചരിക്കുന്നു. UN ലോക പ്രമേയ ദിനമായിട്ട് ആചരിക്കുന്ന നവംബർ 14. അതിന് ലോകം എന്ന് പറയുന്നത് നീലവൃത്തമാണെന്നും ഓർത്തു വെക്കുക. പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ് 1 ടൈപ്പ് 2 പ്രമേഹത്തെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പാൻക്രിയാസ് ഗ്രന്ഥിയും അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ ഏറ്റക്കുറിച്ചിലുകൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രന്ഥിയെ കുറിച്ച് ഇനി അറിയാനായിട്ടുള്ള ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പം എക്സാമിനേഷന് ഏത് ഹോർമോൺ ആണ് അല്ലെങ്കിൽ ഏത് ഗ്രന്ഥിയെ കുറിച്ചാണ് ചോദിക്കാൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഈ പാഠഭാഗത്തിൽ പറയുന്ന എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഇത് മനസ്സിലാക്കി വെക്കാം. ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും പാഠഭാഗം നോക്കിയിരിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിന് വെയിറ്റ് ചെയ്യാം. ബൈ ഫ്രം മീ. താങ്ക് യു.